എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. കർക്കിടകക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. ലാഭസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ മേടമാസ അവസാനം വരെ വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ലഭിക്കുക. മാത്രമല്ല, അഷ്ടമശനി മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങളും ഒരു പരിധിവരെ കുറയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കും. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. വരുമാനവും അധികരിക്കും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും. വിവാഹാദി മംഗളകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ താമസിച്ചവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കും. മേടമാസം 31-ാം തീയതി വ്യാഴം രാശി മാറിയതിനു ശേഷം ശത്രുശല്യവും ചികിത്സാ ചെലവുകളും അധികരിക്കും. കേതു 3-ലും രാഹു 9-ലും സഞ്ചരിക്കുന്നതിനാൽ വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. ആത്മീയപരമായ യാത്രകൾ പോകാൻ സാധിക്കും. കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യുന്നത് മൂലം ക്ഷീണം അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലുള്ളവർ പരിചയസമ്പന്നരായ ആളുകളിൽ നിന്നുള്ള ഉപദേശം നേടുന്നത് ഗുണം ചെയ്യും. കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്കും നിരവധി അവസരങ്ങൾ ലഭിക്കും. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ചില ദോഷഫലങ്ങളും കർക്കിടകക്കുറുകാർക്ക് വന്നു ചേരുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായി രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ പറയാം. ശനി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും. കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പഠനം പൂർത്തിയാക്കിയവർക്ക് നല്ല ജോലി ലഭിക്കാൻ കാലതാമസവും ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും അനാവശ്യമായ തർക്കങ്ങളുമുണ്ടാകും. മാത്രമല്ല, വാഹനാപകടങ്ങൾ ഉണ്ടാവുക, രോഗങ്ങൾ വരിക, ഇതുപോലെയുള്ള പല ദോഷഫലങ്ങളും വരാൻ സാധ്യതയുള്ള സമയമാണെങ്കിലും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ അഷ്ടമശനിയാൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയുന്നതാണ്. മീനമാസം 15-ാം തീയതി ശനി രാശി മാറുന്നതോടെ അഷ്ടമശനി മൂലം ഉണ്ടായിരുന്ന എല്ലാ ദോഷഫലങ്ങളും മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.